ഇറാൻ യുദ്ധത്തിൽ നിന്ന് US കമ്പനികൾ നേട്ടമുണ്ടാക്കിയോ? സത്യം തുറന്നു കാട്ടി റഷ്യൻ CEO. ഹോർമൂസ് പ്രതിസന്ധിക്ക് പിന്നിൽ അമേരിക്കൻ താൽപര്യങ്ങളോ എന്ന ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ റഷ്യൻ CEO നൽകിയിരിക്കുന്നത്. ഇറാൻ യുദ്ധവും ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധിയും ലോക സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു കുലുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അമേരിക്കയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി തന്നെ രംഗത്തെത്തുന്നത്. അതായത് റഷ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ കമ്പനിയായ ഹൊറേ നെഫ്റ്റിന്റെ തലവൻ കൂടിയായ ഈഗോർ സെച്ചിൻ എന്ന വ്യക്തിയാണ് ഇക്കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ എക്കണോമിക് ഫോറത്തിൽ സംസാരിക്കവേ നിലവിലെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക നേട്ടം കൊയ്യുന്നത് അമേരിക്കൻ ഊർജ്ജ കമ്പനികളാണ് എന്നതാണ് ഇപ്പോൾ സെച്ചിൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആഗോള ഊർജ്ജ വിപണിയെ സ്വന്തം സാമ്പത്തിക രാഷ്ട്രീയ താൽപര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് രൂപപ്പെടുത്താൻ വാഷിംഗ്ടൺ ശ്രമിക്കുകയാണ് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഇറാനെ മാത്രം ബാധിച്ച ഒരു വിഷയമല്ല എന്നും ലോക സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ ബാധിച്ച ഒരു ആഗോള പ്രതിസന്ധിയായി തന്നെ അത് മാറിയെന്നും സച്ചിൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. തന്ത്രപരമായ അപകട സാധ്യതകൾ ശരിയായി തന്നെ വിലയിരുത്തുന്നതിൽ ലോക ശക്തികൾ പരാജയപ്പെട്ടുവെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ ആഗോള വിപണികൾ അനുഭവിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ പ്രാധാന്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും നിർണായകമായ സമുദ്ര വ്യാപാര പാതകളിൽ ഒന്നായ ഹോർമൂസ് വഴി ആഗോള എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രകൃതിവാതകം, വളങ്ങൾ, അതേപോലെ മറ്റ് ഉൽപ്പന്നങ്ങൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവയെല്ലാം തന്നെ അതിനായി തന്നെയുള്ള ഗതാഗതത്തിനും ഈ കടൽപാത അത്യന്താപേക്ഷിതമാണ്. ഈ പാതയിൽ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും എണ്ണവില കുതിച്ചുയരുവാനും ചരക്ക് ഗതാഗത ചിലവ് വർദ്ധിപ്പിക്കുവാനും ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകളെ ബാധകമാക്കാനും കാരണമായേക്കുമെന്നതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷമായതോടുകൂടി തന്നെ ഹോർമൂസ് മേഖലയിലെ സുരക്ഷാ ഭീഷണികൾ വർദ്ധിച്ചിരിക്കുകയാണ്. എണ്ണ കപ്പലുകൾക്കും വാണിജ്യ കപ്പലുകൾക്കും നേരെയുള്ള ഭീഷണികൾ കാരണം ആഗോള വിപണിയിൽ കടുത്ത ആശങ്കയാണ് ഇവിടെ ഉയരുന്നത്. ഈ സാഹചര്യത്തിലാണ് സെച്ചിന്റെ പരാമർശങ്ങൾ വലിയ ശ്രദ്ധ നേടുന്നതും. അതേസമയം അമേരിക്കൻ ഭരണകൂടം ഈ ആരോപണങ്ങളോട് ഇതുവരെ ഔദ്യോഗികമായി ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ റഷ്യയും പാശ്ചാത്യ നഗരങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം പ്രസ്താവനകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നതാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഊർജ്ജ സുരക്ഷ, സമുദ്ര വ്യാപാരം, പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യതകൾ, അതേപോലെ ആഗോള സാമ്പത്തിക സ്ഥിരത എന്നിവയെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന സാഹചര്യത്തിൽ പോലും ഹോർമൂസ് കടലിടുക്കിന്റെ ഭാവി ലോകം ഉറ്റുനോക്കുകയാണ്. ലോകം എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ആഗോള രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി തന്നെ മാറുമ്പോൾ അമേരിക്കൻ താൽപര്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് റഷ്യൻ ഊർജ്ജ മേഖലയിൽ നിന്നുള്ള ഈ ആരോപണങ്ങൾ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇറാനും US-ഉം ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നത് ഈ പാതയിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിന് അന്താരാഷ്ട്ര വിപണികളിൽ വലിയ എണ്ണവില ഒന്നിലധികം വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തുകയും ഈ സാഹചര്യത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് അമേരിക്കൻ ഊർജ്ജ കമ്പനികളാണ് എന്നതാണ് മറ്റൊരു വാദം. അതുപോലെ തന്നെ ഉയർന്ന എണ്ണവിലയും വിതരണ പ്രതിസന്ധിയും അമേരിക്കൻ കമ്പനികൾക്ക് അവിടെ മത്സരാധിഷ്ഠിത നേട്ടം നൽകുകയും വില കൂടിയ ഊർജ്ജ സ്രോതസ്സുകളുടെ ഒരു വിൽപ്പനയിൽ അതിൽ നിന്നും ലാഭം നേടാൻ അവരെ അനുവദിക്കുകയും ചെയ്തതായി തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.